നമസ്കാരം. SCV ന്യൂസിൻ്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് കേരളത്തിൽ ഒരു പുതിയ സമര വഴി പരിചയപ്പെടുത്തിയ, അതായത് ചുംബന സമരത്തിൻ്റെ സംഘാടകരിൽ ഒരാളായ ശ്രീ രാഹുൽ പശുപാലൻ. സ്വാഗതം ശ്രീ രാഹുൽ. ഈ തുടക്കത്തിൽ കണ്ട പിന്തുണ ഇന്നതിന് നഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല. തുടക്കത്തിൽ സമരത്തുമായി യോജിച്ച് മുന്നോട്ട് വന്നത് ആരും തന്നെ പിന്നോട്ട് മാറിയിട്ടില്ല. പിന്നെ രാഷ്ട്രീയ കക്ഷികളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നിൽക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ അത് വ്യക്തമാക്കേണ്ടത് CPM-ൻ്റെ സെക്രട്ടറിയുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ ഈ പൊതുസമ്മതിയുടെ ഒരു പിന്മാറ്റം ഉണ്ടായി എന്നുള്ളത് വ്യക്തമായതുകൊണ്ടല്ലേ CPM അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോയതും സഖാവ് പിണറായിയുടെ പ്രസ്താവന വന്നതും? സഹായ പിണറായിയുടെ പ്രസ്താവന CPM ഒരിക്കലും അങ്ങോട്ട് തീരുമാനം എടുത്തായിട്ടോ CPM-ൻ്റെ ഒരു കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്തിട്ടോ തീരുമാനം എടുത്തിട്ടോ ഒന്നുമില്ല. പ്രസ്താവന സഹായ പിണറായിയുടെ പ്രസ്താവന ഇത് ശരിക്കും ഇതിൻ്റെ വോട്ട് ബാങ്ക് ആരിലേക്ക്, ഇത് ഇവിടെ ഒരു നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു വലിയ ഹിന്ദു ഭൂരിപക്ഷ വോട്ട് ബാങ്കുണ്ട്. ആ ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ, ഒരു വ്യക്തമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ സംഘപരിവാർ കക്ഷികൾ ശ്രമിക്കുന്നു. ആ ശ്രമത്തിന് തടയിടാനാണ് ആ പ്രസ്താവന. അതേസമയം നമ്മൾ തന്നെ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബേബി സഖാവിൻ്റെ പ്രസ്താവന വായിച്ചാൽ മനസ്സിലാകും. സഖാവ് പറഞ്ഞത് നവരീതിയിലുള്ള സമരങ്ങൾ ഉയർന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന്. അപ്പം നിങ്ങളുടെ ഇടയിൽ ഈ ശ്ലീലം അശ്ലീലം എന്ന് പറയുന്ന ഒരു വേർതിരിവില്ല എന്നുള്ള മട്ടിലാണ്? ചുംബനത്തിൽ ഒരു അശ്ലീലവുമില്ല. ചുംബനം പൂർണ്ണമായും ശ്ലീലം പവിത്രമായ ഒരു കാര്യമാണ്. അതിലെവിടെയാണ് അശ്ലീലത? അപ്പം ഇതിപ്പോൾ എൻ്റെ ഒരു ചോദ്യമായിട്ടല്ല, ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഉറപ്പായിട്ടും. സദാചാരം എന്ന് പറയുന്നത് ഏതൊരാൾക്കൂട്ടത്തിൻ്റെ നിയമം പോലെ, അല്ലെന്നുണ്ടെങ്കിൽ പിന്തുടർന്നു പോകുന്ന ഏത് അന്ധവിശ്വാസത്തെയും പോലെ ഒരാൾക്കൂട്ടത്താൽ അന്ധമായി പിന്തുടർന്നു പോകുന്ന ഒന്നാണ് സദാചാരം. അതിൻ്റെ നിർമ്മിതിയിൽ വ്യക്തി നിർമ്മിതമായ യുക്തിക്കോ ബുദ്ധിക്കോ ഒന്നും യാതൊരു പങ്കുമില്ല. ഒരാൾക്കൂട്ടത്തിൻ്റെ നിയമം തന്നെയാണ് അത് പിന്തുടർന്നു പോകുന്നത്. അത് വ്യക്തിയെ നിർമ്മിക്കുന്ന സമൂഹവും കുടുംബമാണ്. ആ വ്യക്തി നിർമ്മിക്കുമ്പോൾ അവൻ്റെ മസ്തിഷ്കത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ് ഈ സദാചാര ബോധവും. ചലച്ചിത്രോത്സവ വേദിക്ക് നമുക്കൊരു പാരമ്പര്യമുണ്ട്. ചലച്ചിത്രോത്സവം സിനിമ കാണാൻ വേണ്ടി മാത്രമുള്ളൊരു സ്പേസ് അല്ല. ഞാൻ പറയട്ടെ, അങ്ങനെ പറയാൻ അനുവദിക്കുക. ചലച്ചിത്രോത്സവം നമ്മൾ വർഷങ്ങളായി കണ്ടുവരുന്നതാണ്. സാമൂഹിക പ്രസക്തിയുള്ള എല്ലാ വിഷയങ്ങൾക്കും എതിരെ പ്രതിഷേധങ്ങളും സമരങ്ങളും ചലച്ചിത്രോത്സവ വേദികളിൽ നടന്നിട്ടുണ്ട്. ആ പ്രതിഷേധിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്തമുള്ള ഡെലിഗേറ്റ്സാണ് ചലച്ചിത്രോത്സവ വേദിയിൽ വരുന്നത്. ഇന്നല്ല, ചലച്ചിത്രോത്സവം തുടങ്ങിയ കാലം തൊട്ട് അവിടെ സമരങ്ങൾ നടക്കാറുണ്ടോ? ഈ സമരത്തിന് മാത്രം എന്താണ് ഒരു പ്രത്യേകത? അല്ല, അപ്പോഴാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വരുന്നത്. ഇവിടെ സിനിമ കാണാനല്ല വരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്താണല്ലോ. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കൂടുതലായും പുതിയ ജനറേഷനിൽ നിന്നും ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞതിൽ അത് വളരെ സന്തോഷം. കാരണം അവരുടെ ഒരു പൊളിറ്റിക്കൽ ബോധം, ഈ സമരം ആർക്കെതിരെയാണ്, എന്തിനു വേണ്ടിയാണ് ഈ സമരം, കാരണം ഈ സമരത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാറിന് ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരത്തിനോ കോൺഗ്രസിൻ്റെ സമരത്തിനോ പോകുകയാണെന്നുണ്ടെങ്കിൽ ലോറിയിലൊക്കെ ആളെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ്. പോകുന്നവർക്കൊക്കെ പറയും എവിടെ പോവാണ്, കമ്മ്യൂണിസ്റ്റിൻ്റെ സമരത്തിന്, CPM-ൻ്റെ സമരത്തിന് പോവാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമരത്തിന് പോവാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് പോലും അവിടെ ചെന്ന് നേതാവ് പ്രസംഗിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. അല്ലെങ്കിൽ സമരത്തിൻ്റെ പേരൊക്കെ അറിയായിരിക്കും, ഇതിൻ്റെ എന്തിനു വേണ്ടിയാണ്, ഇതിൻ്റെ പിന്നിൽ ഉള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഒരു പ്രത്യേകത ഉണ്ട്. അവൻ ഓരോരുത്തരും നേതാവാണ്. അവർക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ടറിയാം ഞാൻ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്, ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്, എൻ്റെ ഐഡിയോളജി എന്താണ്. ആ വ്യക്തമായ ബോധ്യമുള്ള ഒരാൾ മാത്രമേ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് ഒരാളെ കണ്ടൊരു ഫാഷനേഷനിൽ ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ കഴിയില്ല. ഓരോരുത്തർക്കും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സമരത്തിന് ഭാഗമാകാൻ കഴിയുള്ളൂ. ആദിവാസി നിൽപ്പ് സമരം വിജയത്തിലായത് ജാനു ചേച്ചിയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ അത് ആദിവാസി, ഇവിടെ നിന്ന് 35 ആദിവാസികളുടെ കരുത്തൊന്നുമല്ല. ആ സമരത്തിന് പിന്നിൽ ഇവിടെ ഒരു വലിയ സമൂഹം അണിനിരുന്നു. ആ അണിനിരുന്ന സമൂഹം ആരാണെന്ന് നമുക്കെല്ലാം അറിയാം. ഈ മധ്യവയസ്കരൊന്നും അല്ല അണിനിരുന്ന സമൂഹം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയതേ ഉള്ളൂ. ആ നിൽപ്പ് സമരത്തിനടക്കം ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സ്കൂളുകളും കോളേജുകളും സൈബർ ലോകത്താണ് നിൽപ്പ് സമരം നടന്നത്. ശരി, അവിടെ നിന്നാണ് സമരത്തിനുള്ള പിന്തുണ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും കണ്ണടച്ചൊരു സമരത്തെ തിരിച്ചു കൊണ്ടുവന്നത്. ഇത് ജാനു ചേച്ചിയുടെ വാക്കാണ്. ഞാൻ പറയാം, ഇത് അതുപോലെ ന്യൂ ജനറേഷന് താല്പര്യമുള്ള സമരങ്ങളെന്ന് മാത്രമല്ല, ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഏത് സമരവും, അല്ല രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി കൊടി പിടിക്കാനോ ഓഹോ വിളിക്കാനോ ഒന്നും ന്യൂ ജനറേഷന് താല്പര്യമില്ല. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ബാധിക്കും, അല്ല ഇവിടുത്തെ പരിസ്ഥിതിയെ ബാധിക്കും. നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണെന്ന് തോന്നുന്നുണ്ട്. ന്യൂ ജനറേഷൻ അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. നമ്മളത് കണ്ടുവരുന്നൊരു പ്രവണതയാണ്. അത് സമരം അതിനുള്ള ആയിരുന്നില്ല. അതുകൊണ്ട് അത് കാണേണ്ടി വരില്ല. അല്ല, സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1947-ലാണ്. അതിനപ്പുറത്തെ സ്വാതന്ത്ര്യം വേണമെന്നാണ് പലപ്പോഴും പറയില്ല. പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അങ്ങനെ സ്വാതന്ത്ര്യം വേണമെന്ന് ആരും പറഞ്ഞില്ല. ആ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എല്ലാവരും പരസ്യമായി നടന്ന് ചുംബിക്കുള്ളൂ. ഇനി അഥവാ ഒരു പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകുമ്പോൾ ആർക്കെങ്കിലും ചുംബിക്കണമെന്ന് പറഞ്ഞാൽ ചുംബിക്കട്ടെ, അതിലെന്താ കുഴപ്പം? അങ്ങോട്ട് കാണുമ്പോൾ നോക്കാതിരിക്കുക, അല്ല നോക്കിയാൽ തന്നെ അതിന് സന്തോഷത്തോടെ നോക്കിയിട്ട് നടന്നു പോവുക, അതാണ് വേണ്ടത്. അല്ല, അത് ഉൾക്കൊള്ളാൻ നമ്മുടെ കേരളത്തിന്റെ മനസ്സ് മാറിയോ? മാറണം.
നമ്മൾ മാറണം, ഒരു ദിവസം കൊണ്ട് മാറില്ല. അല്ല, മാറുമോ? മാറും, ഒരു തലമുറ വരട്ടെ, ഒരു 20, 25, 30 വർഷം കൊണ്ട് നമ്മൾ മാറും. നമ്മൾ ഈ ചെയ്ത ഇന്റർവ്യൂ റെക്കോർഡറാണല്ലോ, നമ്മളൊരു 30 വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോൾ നമ്മൾ തോന്നുന്നു ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇത്ര വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്തു. ഒരു 30 വർഷം മുമ്പ് ഒരു സ്ത്രീക്ക് ജീൻസ് ഇട്ടുകൊണ്ട് ഇത് തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമായിരുന്നു? അവൾ എന്ത് പരിഹാസ്യത്തോടെ നമ്മൾ നോക്കുമായിരുന്നു, മോഡേൺ വസ്ത്രധാരി അവൾ വന്നേക്കുന്ന എവിടുന്നു. ഇന്ന് നമുക്കതൊരു ഒന്നുമല്ല, അത് കാര്യമായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെയാണ്, അത് മാറും. അല്ല, ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മാറ്റാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? കാരണം ഈ ഒളിഞ്ഞുനോട്ടം നമ്മളൊരു പാപ്പരാസി സംസ്കാരത്തിന്റെ ഭാഗമാണ്. മലയാളികളുടെ സംസ്കാരം തന്നെ അതാണ്. ഒളിഞ്ഞു ക്യാമറ, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും താല്പര്യമുള്ളത്. ആ ഒളിഞ്ഞുനോട്ടം കൊണ്ടാണല്ലോ ഈ സമരം കാണാൻ ഇത്രയും പേര് വരുന്നത് തന്നെ.